ആ അന്നെ കണ്ടത് നന്നായി. കല്യാണം വിളിക്കാൻ വീട്ടിലേക്ക് വരാതെ കഴിഞ്ഞല്ലോ. രണ്ടാമതായി കല്യാണം പറയുന്നത് എന്നോടാ. അടുത്ത മാസം 18-ന് ഈയും കുട്ടികളായിട്ട് വരണം. പിന്നെ നിർത്ത്. ആരെ കല്യാണം, ഏത് കല്യാണം എന്നൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. നിന്റെ മൂത്ത മോള് സെൽമത്തിന്റെ കല്യാണം പെട്ടെന്ന് കാണലും ഉറപ്പിക്കലും കഴിഞ്ഞു. ആരാ ഈ കല്യാണം ഉണ്ടാക്കിയേ? ഇടയിലാരുമില്ല. ചെറുക്കം വന്നു, പെണ്ണ് കണ്ടു, അങ്ങോട്ട് ഉറപ്പിച്ചു, അത്ര തന്നെ. പിന്നെ നിങ്ങൾ ഓരോരുത്തർ ഈ കല്യാണത്തിന്റെ നടപടിക്രമങ്ങൾ തെറ്റിക്കാൻ തുടങ്ങിയാല് ബുദ്ധിമുട്ടാൻ. എന്ത് നടപടിക്രമങ്ങളാ ഞാൻ തെറ്റിച്ചെന്നാ? അല്ല, ഞാൻ എന്തിനാ ഇപ്പോൾ ഒരു ഡയറിയും കുറെ ഫോട്ടോകളും കക്ഷത്തിലെടുക്കി ഇങ്ങനെ നടക്കണത്? നാട്ടിലെ കുട്ടികൾക്ക് കല്യാണം ഉണ്ടാക്കാൻ അല്ലേ? ആ പണി നിങ്ങൾ നേരിട്ട് ചെയ്യാൻ തുടങ്ങിയാല് പിന്നെ എനിക്കെന്തിനാ ഈ ഡയറിയും ഈ കക്ഷവും? കുറെ കല്യാണം ഈ നടത്തുന്നില്ലേ വർക്കാരെ? ചിലതൊക്കെ ബ്രോക്കർമാരില്ലാതെ നടക്കട്ടെ. അങ്ങനെ നടത്താൻ പറ്റൂല. ഇക്കല്യാണങ്ങൾ നേരിട്ട് ഉറപ്പിച്ചതോ ഉറപ്പിച്ച്, അത് പോട്ടെ. ഇഞ്ഞുണ്ടല്ലോ നിങ്ങൾക്ക് 3 കൂടി കെട്ടിക്കാന്. അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞ്. കൂട്ടത്തിൽ പറയട്ടെ, ഇങ്ങളെ രണ്ടാമത്തോള് ബുഷറാന്റെ കല്യാണം അധികം നീട്ടിക്കൊണ്ടോണ്ട. ഇത് കഴിഞ്ഞ ഉടനെ അത് നടത്തണം. ബുഷറാനെ കെട്ടിക്കേ? ഓളെ കെട്ടിക്കാനൊന്നും ആയിട്ടില്ല. ഓള് 10ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ. മതിയല്ലോ, 10ാം ക്ലാസ് കെട്ടിക്കാൻ പറ്റിയ ക്ലാസ്സാ. ചെറിയ മക്കളെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കേ? ഞാനത് അംഗീകരിക്കുന്നില്ല. നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെക്കാളും പ്രായവും പക്വതയുള്ള നിങ്ങൾക്ക് ഞാൻ പോയിന്റ് പറഞ്ഞു തരേണ്ടി വരുന്നതിൽ എനിക്ക് അഹങ്കാരമൊന്നുമില്ല. ഈ പോയിന്റ് പറയ്. അതായത് നിങ്ങൾക്ക് 4 പെൺകുട്ടികളാ. പുതിയാപ്പിളാരെ കിട്ടിയാൽ വേഗം അങ്ങോട്ട് പിടിച്ചു കൊടുത്ത് ബാധ്യത തീർത്ത് സുഖമായിട്ട് കയ്യ. മരക്കാരെ, ഞാനൊരു കാര്യം പറയട്ടെ. 1 2 പറഞ്ഞോളി. മക്കളെ ചെറുപ്പത്തിൽ തന്നെ ഏതോ ഒരുത്തൻ്റെ പെരടിയിൽ കെട്ടിവെച്ച് ബാധ്യത തീർന്നെന്ന് പറഞ്ഞ് ചാരുകസേരെ കുത്തരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ വർത്താനം കേട്ടാൽ പെൺകുട്ടികളെ പോറ്റണ തന്നെ കെട്ടിക്കാനാണെന്ന് തോന്നും. ഇനിയിപ്പോൾ ഈ പറയണ മാതിരി എൻ്റെ ബാധ്യത തീർന്നാലും ഓളെ കെട്ടണോൻ്റെ ബാധ്യത തീർന്നില്ലല്ലോ. ഏതായാലും മക്കൾക്ക് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്ത് നന്നായി പഠിപ്പിക്കാനാണ് എൻ്റെ ഉദ്ദേശം. എന്തിനാണെന്നറിയോ? അവർ ഇന്നൊരുത്തൻ്റെ ഭാര്യയാണെങ്കിൽ നാളെ ഉമ്മ എന്ന മഹത്തായ പദവിയിലെത്തേണ്ടവരാ. ആ തലമുറ നന്നാവണമെങ്കിൽ ശരിയായ അറിവ് നിർബന്ധമാണ്. അത് മാത്രമല്ല, ഒരു പെൺകുട്ടിക്ക് ഭാര്യ ആവണമെങ്കിൽ മാനസികവും ശാരീരികവുമായ പക്വതയൊക്കെ വരണ്ടേ മരക്കാരെ? ചുരുങ്ങിയത് ഒരു 18 വയസ്സെങ്കിലും ആകണ്ടേ അതിനൊക്കെ? നിങ്ങൾക്ക് 4 പെൺകുട്ടികളായതുകൊണ്ടാ കല്യാണത്തിന് ഞാൻ അത്ര താല്പര്യം എടുക്കണേ. പെൺകുട്ടികളായതുകൊണ്ട് ബേജാറാവേണ്ടത് ഞാനാ. എനിക്കത് തീരെയില്ല. ഓലെ പെൺകുട്ടികളാക്കി ഒരുത്തനുണ്ടല്ലോ, ഓനക്കൊരു തീരുമാനം ഉണ്ടാവും. അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. കല്യാണം കഴിച്ചു കൊടുത്ത് ബാധ്യത തീർക്കണ ഒരു ബാപ്പയാവാൻ ഏതായാലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇനിയും അനക്ക് കുറേ ന്യായങ്ങളുണ്ടാവും. കാരണം എൻ്റെ തൊഴിലതാണല്ലോ. അപ്പം കല്യാണത്തിന് വരാൻ മറക്കണ്ട. ഓരോ അടുപ്പിലെ വർത്താനം.